എങ്ങനെ 4000 വാച്ച് അവർ നേടിയെടുത്ത് നമ്മുടെ ചാനലും മോണിറ്റൈസേഷൻ ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം എങ്ങനെ നമ്മുടെ വാച്ച് അവർ നമുക്ക് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് മോണിറ്റൈസേഷനിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ബിഗിനേഴ്സിന് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അവരുടെ വ്യൂസ് കുറയുന്നത്. അതായത് എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും അതിനൊന്നും വ്യൂസ് ലഭിക്കുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല രീതിയിലുള്ള, നല്ല റീച്ച് കിട്ടുന്ന രീതിയിലുള്ള കണ്ടന്റ് ചൂസ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ടൈം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. ഇപ്പം വീക്ക്ലി വൺസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്ത് പോവുക. ഇല്ല, ഒരു 2 ഡേ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു 1 ഡേ ഗ്യാപ്പ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അതുപോലെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇല്ല, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ടൈം വരുന്നത്. ഒരു ദിവസം രാവിലെ, നെക്സ്റ്റ് ഡേ നിങ്ങൾ ഉച്ചയ്ക്ക്, പിന്നെ വൈകുന്നേരം, ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് വ്യൂസ് കിട്ടുന്നില്ല, വീഡിയോ റീച്ച് ആവുന്നില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നിങ്ങൾ ഒരു ടൈം ആദ്യം ചൂസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആ ഒരു ടൈമിൽ തന്നെ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സും അതുപോലെ 4000 വാച്ച് അവറും നേടിയെടുക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പൊ എല്ലാവരും യൂട്യൂബിൽ കാണുന്ന ഒരു സംഭവമാണ് ഷോർട്സിലേക്ക് തിരിയുന്നത്. അതായത് ആർക്കും ലോങ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമില്ല. അവരതിന് പറയുന്ന റീസൺ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട്, അതായത് ഷോർട്സിനെക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണല്ലോ ലോങ് വീഡിയോ ഇങ്ങനെ ഇരുന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും കുറച്ച് മിനിറ്റത്തേക്കുള്ള ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വ്യൂസ് കുറയുന്നുണ്ട്. നമ്മൾ ബുദ്ധിമുട്ടി വീഡിയോ ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്നത്ര വ്യൂസ് ലഭിക്കുന്നില്ല. പക്ഷെ ഷോർട്സ് ആണെങ്കിൽ നമുക്ക് സിംപ്ലി ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതിന് കമ്പാരിറ്റീവ്ലി ലോങ് വീഡിയോ വെച്ച് നോക്കുമ്പോൾ വ്യൂസ് അത്യാവശ്യം ഉണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു, ഷോർട്സിലേക്കാണ് തിരിയുന്നത്. ഇത് നിങ്ങൾ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നേ ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്. കാരണം നമ്മൾ ഈ 4000 വാച്ച് അവറിൽ ഒരിക്കലും ഷോർട്സിൽ നിന്ന് കിട്ടുന്ന ഹവേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യൂല, ആഡ് ചെയ്യൂല. ലോങ് വീഡിയോസ് ഒന്നും അതുപോലെ ലൈവ് സ്ട്രീംസ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്ന മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ 4000 മണിക്കൂർ വാച്ച് ടൈമിലേക്ക് ആഡ് ചെയ്യുന്നത്. ഷോർട്സ് വ്യൂസിന്റെ കാറ്റഗറിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. വാച്ച് അവർ കൂടണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ലോങ് വീഡിയോസ് തന്നെ ചെയ്യണം, അതുപോലെ ലൈവ് സ്ട്രീംസും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4000 മണിക്കൂർ എന്നുള്ള വാച്ച് അവറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലൈവ് സ്ട്രീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ലൈവ്സ് പോകുന്നത് തന്നെയാണ്. അതായത് ഡെയിലി ഒരു ടൈം വെച്ചിട്ട്, ഇത് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ഒരു ദിവസം ലൈവ് ചെയ്തു, പിന്നെ ഉച്ചയ്ക്ക് ചെയ്തു, അതിനെ കൊണ്ട് കാര്യമില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട്, ഇപ്പോൾ ഒരു നൈറ്റ് ഒരു 8 o'clock ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 7 ഒക്കെ ആകുമ്പോൾ, ഇല്ല ഉച്ച ടൈം ലൈവ് പോകുന്നവരാണെങ്കിൽ ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് ഡെയിലി ഇപ്പം വ്യൂവേഴ്സ് ഒരേ സെയിം വ്യൂവേഴ്സിനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കി ആ ഒരു ടൈം നിങ്ങൾക്ക് ലൈവില് നിങ്ങളെ കൂടി ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഫേസ് കാണിച്ചുകൊണ്ട് ലൈവ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ലൈവില് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാച്ച് അവർ കൂടും. ആ ഒരു കാര്യത്തില് സംശയമില്ല. നെക്സ്റ്റ് വരുന്നത് സ്ക്രീൻ കാസ്റ്റ് ചെയ്തിട്ട് ലൈവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് മണിക്കൂർ കിട്ടില്ല എന്നോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവില്ല എന്നോ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ സ്ക്രീൻ കാസ്റ്റ് ചെയ്ത് ഫേസ് കാണിക്കാതെ നിങ്ങൾ ലൈവ് ചെയ്യുന്ന സമയത്ത് സെയിം തംബ്നെയിലും സെയിം വീഡിയോസും പ്ലേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂവേഴ്സിനോട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈവ് എൻഡ് ചെയ്യുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കണം. അതായത് വ്യൂവേഴ്സ് നിങ്ങളോട് എന്തെങ്കിലും കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയുക. വ്യൂവേഴ്സുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തുടർന്നുകൊണ്ട് പോകണം. അല്ലാതെ വെറുതെ അവിടെ ഒരു സ്ക്രീൻ കാസ്റ്റ് കൊടുത്തൊരു ലൈവ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആണ്, ലൈവ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് ലൈവ് കഴിയുന്നത് വരെ. ഇനി ലൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അതായത് മോണിറ്റൈസേഷനെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്? കുഞ്ഞുങ്ങളുടെ സൗണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫേസോ ലൈവില് കാണിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ ഹറാസ്മെന്റ് അങ്ങനെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ലൈവിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കൂടുതലായിട്ടും ഫേസ് കാണിച്ചുകൊണ്ട് ലൈവ് ചെയ്യുന്നതായിരിക്കും
നല്ലത്. അതാകുമ്പം കൂടുതൽ റെക്കമെൻഡേഷൻ പോവുകയും നിങ്ങളുടെ വാച്ച് അവർ കൂടാനും വേണ്ടിയിട്ടും അത് സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ചാനലിനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ വാച്ച് അവർ കൂടുവാനും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടുവാനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ 4000 വാച്ച് അവർ ലഭിക്കാൻ വേണ്ടിയിട്ടും കാത്തിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ചാനലിലെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു യൂട്യൂബ് ടിപ്പ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.